നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ നവമന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. 2024-25 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ സ്കൂൾ നവമന്ദിരത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. കോടന്നൂരിൽ ബാറിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ യാത്രക്കാർ ഏറെ കാത്തിരുന്ന ചിറക്കൽ പാലം നാളെ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ നവമന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. 2024-25 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ സ്കൂൾ നവമന്ദിരത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. സ്കൂൾ നവമന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച ഒരു വിദ്യാലയമാണ് വല്ലച്ചിറ ഗവൺമെൻറ് യു പി സ്കൂൾ വിദ്യാലയം. ഇവിടെ പഠിച്ച് ജോലിയിലും മറ്റ് ബിസിനസ്സിലൊക്കെയായി ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതെല്ലാം നമ്മുടെ നാടിന് മുതൽക്കൂട്ടായി മാറുന്ന സ്ഥിതിയുണ്ടായിരുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും നിരന്തരമായി ഇടപെടുകയും ഭൗതിക പശ്ചാത്തലം വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും അധ്യാപകർക്ക് നല്ല നിലയിൽ മികച്ച നിലയിൽ പഠനം നടത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി നല്ല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായി. 1 കോടി രൂപ ഈ പുതിയ കെട്ടിടം 4 ക്ലാസ് മുറികൾ അടങ്ങുന്ന പുതിയ കെട്ടിടത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭരണാനുമതിയും അതിൻ്റെ സാങ്കേതിക അനുമതിയൊക്കെ മേടിച്ചുകൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള തറക്കല്ലിടൽ നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ പണി തുടങ്ങി 2-3 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പരിപാടി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പണി തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം കോൺട്രാക്ടറിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ പണി തുടങ്ങണമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ നമുക്ക് ബഹുമാനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രമാഷ്ട സമൂലമായിട്ട് നേരത്തെ 1 കോടി രൂപയുടെ ബില്ലിംഗ് പൂർത്തീകരിച്ചു. ഒപ്പം തന്നെ നമ്മളുടെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ കുട്ടികൾക്ക് പാർക്ക് ഒക്കെ ഉണ്ടാക്കി ഒരു ശിശു സൗഹൃദ പ്രീ പ്രൈമറി എന്നുള്ള സങ്കല്പത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി. AEO MV സുനിൽകുമാർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തൃശൂർ AE TK രാധാകൃഷ്ണൻ, പ്രധാന അധ്യാപിക T ഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ TK ശങ്കരനാരായണൻ, PS നിഷ, NT സജീവൻ, അംഗങ്ങളായ CR മദനമോഹനൻ, DB സുബ്രഹ്മണ്യൻ, K രവീന്ദ്രനാഥ്, പ്രിയ ചന്ദ്രൻ, SMC ചെയർമാൻ AC ബിജേഷ്, PTA പ്രസിഡന്റ് ശ്രീലക്ഷ്മി, CPM ലോക്കൽ സെക്രട്ടറി CP ദാസൻ, CPO പ്രതിനിധി മധു വാര്യർ, BJP വല്ലച്ചിറ കമ്മിറ്റി പ്രസിഡന്റ് KK ഷാജി എന്നിവർ സംസാരിച്ചു. കോടന്നൂരിൽ ബാറിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടന്നൂർ ചാക്യാർകടവ് സ്വദേശി ചെറിയത്ത് വീട്ടിൽ സ്റ്റെബി ആക്രമിക്കപ്പെട്ട കേസിലാണ് 4 പ്രതികളും അറസ്റ്റിലായത്.
വെങ്ങടിശ്ശേരി സ്വദേശികളായ പറത്തിലാൽ വീട്ടിൽ കുട്ടൻ എന്ന മനീഷ്, കക്കാട്ടിൽ വീട്ടിൽ മനോജ്, കണ്ണൂർ ചെങ്ങോലൈ സ്വദേശിയും നിലവിൽ വെങ്ങടിശ്ശേരിയിൽ താമസിക്കുന്നയാളുമായ ചാരിച്ചിറ്റി വീട്ടിൽ ബാബു, പാർലം സ്വദേശി കുറുവത്ത് വീട്ടിൽ ഷാജു എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കോടന്നൂരിലെ ബാറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. രാത്രി 8:30-ഓടെ സ്റ്റെബി ഓർഡർ ചെയ്ത മദ്യം പ്രതികളായ 4-അംഗ സംഘം എടുക്കാൻ ശ്രമിച്ചത് യുവാവ് തടഞ്ഞിരുന്നു. തുടർന്ന് സോഡയും എടുത്ത സംഘത്തെ സ്റ്റെബി ചോദ്യം ചെയ്തു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനിടെ സ്റ്റെബിയെ 4-അംഗ സംഘം സോഡാക്കുപ്പി കൊണ്ട് തലക്കടിച്ചും മറ്റും പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ സ്റ്റെബിയെ തുടർന്ന് കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റിലായ പ്രതികളിൽ മനീഷ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി, 2 തവണ വാഹനങ്ങൾ തടഞ്ഞ പ്രകടനം നടത്തൽ, പൊതുസമാധാനത്തിന് ജാമ്യം എടുപ്പിച്ചതടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. മറ്റൊരു പ്രതിയായ മനോജ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 അടിപിടി കേസുകളിലും പ്രതിയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ചേർപ്പ് SI-മാരായ KS സുബിന്ദ്, MS ഷാജു, സജി പാൽ, ASI ഷീജ, CPO-മാരായ AO വിപിൻ, അജിത് കുമാർ എന്നിവരുമുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ യാത്രക്കാർ ഏറെ കാത്തിരുന്ന ചിറക്കൽ പാലം നാളെ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. CC മുകുന്ദൻ MLA കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പാലം തുറന്നുകൊടുക്കാമെന്ന തീരുമാനം അറിയിച്ചത്. അപകട ഭീഷണിയിലായ ചിറക്കൽ പഴയ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ 5,30,00,000 രൂപയുടെ ഭരണാനുമതി 2021 ഡിസംബർ 1 ലഭിച്ചു. 2023 ഡിസംബർ 27 529 ലക്ഷം രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ചു. തുടർന്ന് ബണ്ട് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് പഴയ പാലം പൊളിച്ചു നീക്കി തുടങ്ങി. കാൽനട യാത്രികർക്കായി നടപ്പാലവും സജ്ജമാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 6 പൈലിംഗ് പ്രവൃത്തികൾ തുടങ്ങി. സ്ലാബും അപ്രോച്ച് റോഡും നിർമ്മിക്കാൻ തടസ്സമായതോടെ ബണ്ട് റോഡിലൂടെയുള്ള ഗതാഗതം കഴിഞ്ഞ മെയ് 5 നിരോധിച്ചു. പുഴയുടെ സംരക്ഷണ ഭിത്തി, അപ്രോച്ച് റോഡിലെ ഇന്റർലോക്കിംഗ് പ്രവൃത്തികൾ, നടപ്പാത ടൈൽ വിരിക്കൽ, പെയിന്റിംഗ് എന്നിവയാണ് പൂർത്തീകരിക്കാനുള്ളതെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. പാലത്തിന്റെ പണി ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ ടെക്നിക്കലിന്റെ കാര്യങ്ങൾ എഞ്ചിനീയർമാരെ കൂടി ആലോചിച്ച് എപ്പോഴാണ് ഈ പാലം നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും കിട്ടുക എന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പല കമ്മിറ്റികളും വിളിച്ചിട്ടുള്ള ഡേറ്റുകൾ നമ്മൾ പ്രഖ്യാപിക്കേണ്ടായി. ആ ഡേറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ കാലവർഷക്കെടുതി മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നീട്ടിവെക്കേണ്ടി വന്നു. അത് ചെറിയ അഭിപ്രായ വ്യത്യാസം ജനങ്ങളുള്ളിലെ അഭിപ്രായ വ്യത്യാസം, ചില ആൾക്കാർ അതിന്റെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ സമരം ഉണ്ടാക്കിയാലും നമ്മുടെ നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ പാലം തുറന്നു കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഇപ്പൊ കഴിഞ്ഞ കാലത്ത് 10 മണിക്ക് കമ്മിറ്റി വിളിച്ചു കൂട്ടി എല്ലാവരെയും രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് ബാക്കി അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ PWA ഡിപ്പാർട്ട്മെന്റ് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ എഞ്ചിനീയർമാർ വന്നിരുന്നവരും കൂടി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന നാളെ നമ്മൾ അടിയന്തരമായി പാലം തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചില തർക്കങ്ങള് ചർച്ചകൾ കയറി വരികയുണ്ടായി. പാലം തുറന്നു കൊടുക്കുമ്പോൾ വലിയ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് നടക്കൽ മാത്രമൊക്കെ ആണെന്നുള്ള ചർച്ചകളുണ്ടായി. പക്ഷേ ഇതല്ല, ഇപ്പൊ നമ്മൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ വലിയ വാഹനങ്ങൾ കടത്തി പോകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും കയറ്റി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ സർഗലയം കലോത്സവം നടന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ന് സ്കൂൾ കലോത്സവം അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ സ്കൂൾ കലോത്സവമാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ 2 വർഷമായിട്ടാണ് ഈ സ്കൂൾ കലോത്സവം നടത്തി തുടങ്ങിയിട്ടുള്ളത് അല്ലേ. നമ്മളെ മത്സരങ്ങളൊക്കെ തയ്യാറാക്കി ഇവിടെ വന്ന് എല്ലാവരും പങ്കെടുത്ത് നല്ല ഭംഗിയായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത്. നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടം പണിയുന്ന കാരണം കൊണ്ടാണ് നമ്മളിവിടെ വന്ന് മഠം UP സ്കൂളിൻ്റെ സെന്റ് ആന്റണീസ് UP സ്കൂളിൻ്റെ ഹോളാണ്. കഴിഞ്ഞ തവണ നമ്മളിവിടെ തന്നെയാണ് നടത്തിയത്. അപ്പം നമ്മുടെ സ്കൂൾ കെട്ടിടമൊക്കെ പണിത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഇനി നമുക്ക് അടുത്ത വർഷം വളരെ ഭംഗിയായിട്ട് നമ്മുടെ പുതിയ കെട്ടിടത്തിൽ നമ്മുടെ സ്കൂൾ കലോത്സവമൊക്കെ നടത്താം. സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി എത്രയും വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ തരത്തിലും നിങ്ങൾക്ക് അറിയാലോ, വർണ്ണക്കൂടാരം, SSKയുടെ ബിൽഡിങ്, നമുക്ക് MLA യുടെ കയ്യിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപയുടെ കെട്ടിടം, അങ്ങനെ എല്ലാ ഭൗതിക സാഹചര്യങ്ങൾക്കും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വളരെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടകം, നാടൻ പാട്ട്, വാദ്യകലാകാരൻ മുരളി അടാട്ട് മുഖ്യ അതിഥിയായി. അപ്പം അങ്ങനെ നമ്മൾ കലാപരമായിട്ടുള്ള പ്രൊമോഷൻസ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അംഗീകാരങ്ങൾ നമുക്ക് ഉണ്ടാവുക. ചില പ്രസംഗിക്കാകുമ്പോഴേക്കും ഈ സ്മിത ടീച്ചറല്ലേ, സ്മിത ടീച്ചർ എന്നെ വിളിച്ച കണ്ടിട്ടും കൂടിയില്ല. പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞു കേട്ടിട്ടാണോ മാഷ് നന്നായി പാട്ടൊക്കെ പാടും, നന്നായി അഭിനയിക്കുകയൊക്കെ ചെയ്യും, കാണാനാണെങ്കിൽ സുരേഷ് ഗോപിയെക്കാളും ഭംഗിയാണ്. അപ്പം അതൊക്കെ എന്താ കാര്യം? പാട്ട് പാടുന്ന കാരണം, അഭിനയിക്കുന്ന കാരണം, കലാകാരനായതുകൊണ്ട്. അപ്പം നിങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും, ചിലപ്പോൾ സെക്കൻഡ് കിട്ടും, തേർഡ് കിട്ടും, ഒരു വിഷയമല്ല. മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ? മത്സരത്തിൽ പങ്കെടുക്കണം, പ്രോത്സാഹിക്കാനും കിട്ടട്ടെ, എല്ലാവർക്കും ഒരുമിച്ച് ഫസ്റ്റ് കൊടുക്കാൻ പറ്റും. PTA വൈസ് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷനായി. പാർലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, പ്രധാന അധ്യാപിക TK ശ്രീജ, സീനിയർ അധ്യാപിക ഷീജ, ചെയർപേഴ്സൺ CRC കോർഡിനേറ്റർ KR രമ്യ, MPTA പ്രസിഡന്റ് ലിസ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ ലയൺസ് ക്ലബ് റീജിയണിന്റെ നേതൃത്വത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ ഒല്ലൂർ ഫയർഡസ് കണ്ണാശുപത്രിയിൽ വെച്ച് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രോജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് റീജിയൻ ചെയർമാൻ ND ഡിവിച്ച്, ഫയർഡസ് ആശുപത്രി ഓപ്പറേഷൻസ് മാനേജർ A സിനോ ജോസ്, സോൺ ചെയർമാൻ RA പീറ്റർ എന്നിവർ സംസാരിച്ചു. കോർഡിനർ പാലക്കൽ, ഒല്ലൂർ ടൗൺ, മരത്താക്കര, കുറുക്കഞ്ചേരി, പെരിഞ്ചേരി, തൈക്കാട്ടുശ്ശേരി എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിർധനരായ രോഗികൾക്ക് ശസ്ത്രക്രിയയും കണ്ണടയും സൗജന്യമായി നൽകും. എല്ലാവരുടെയും അന്ധത നീക്കാൻ പറ്റിയില്ലെങ്കിലും അന്ധത ചെക്ക് ചെയ്യേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മളതിൻ്റെ പ്രാഥമികമായ ഹോസ്പിറ്റലിൽ പോക്കും അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാര പൈസ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കണ്ണട കൊണ്ട് തീരാവുന്ന രോഗം നമ്മളത് കൃത്യമായ രീതിയിൽ അത് ഹോസ്പിറ്റലിൽ പോവാതിരിക്കുകയും കണ്ണ് ചെക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് വലിയൊരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 8 സ്ഥലത്ത് നമ്മൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും അവിടെ അതിൻ്റെ കോൺടാക്ട് നമ്പർ വയ്ക്കുകയും ഈ ഹോസ്പിറ്റൽ സൗജന്യമായിട്ട്, അതായത് പാവങ്ങൾക്ക് സൗജന്യമായിട്ട് കാറ്ററാക്ട് സർജറി അടക്കം എല്ലാ ചികിത്സകളും സൗജന്യമായിട്ട്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ മലയാളികളായ കന്യാസ്ത്രീകളെ ഗുരുതരമായ വകുപ്പുകളാൽ കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചതിൽ പ്രതിഷേധിച്ച LDF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പഴുവിൽ സെന്ററിൽ നടന്ന ജനകീയ സദസ്സ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ചെയർ ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ, NCP മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊട്ടിക്കാട്ട്, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഓസ്റ്റിൻ പോൾ, CA ശങ്കരൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷീല വിജയകുമാർ, KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറിമാരായ KK ജോബി, KM കിഷോർ കുമാർ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. തൃശൂർ വരവൂരിൽ സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ അധികൃതരുടെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയോട് കാണിക്കുന്ന അവഗണനയാണ് രക്ഷിതാക്കളടക്കമുള്ള നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായത്. വരവൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് ഷോക്കേറ്റത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ വിടുന്നതിന് മുമ്പായിരുന്നു സംഭവം. വാതിൽ പടിക്കരികിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥി കൈ ഉയർത്തതിന് പിന്നാലെ ഷോക്കേൽക്കുകയായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥി ഇക്കാര്യം രക്ഷിതാക്കളെ അറിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥിയെ പിതാവ് അനീഷ് ഓട്ടുപാറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ ഇല്ലാത്തതിനാൽ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ കൈക്കുള്ള കടുത്ത വേദന 3 ആഴ്ചയ്ക്ക് ശേഷം മാറിയില്ലെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർ എന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. ഇവൻ വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയതാണ്. മേഡം വൈകിട്ട് സ്കൂൾ വിട്ടപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവം അന്ന് നല്ല മഴയുണ്ടായിരുന്നു. സ്കൂൾ വിടുന്ന സമയത്ത് അങ്ങനെ വൈകി വന്നപ്പോൾ കൈ പൊക്കി അവിടെ കട്ടളപ്പട്ടയുടെ മുകളിൽ ചെറുതായിട്ടൊരു പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം അധികം വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അതിലാണ് ഷോട്ട് കിട്ടിയത് എനിക്ക്. അങ്ങനെ
അങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അതിനൊക്കെ വേദന പറ്റിയത്. അങ്ങനെ പിറ്റേ ദിവസം അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ 3 ആഴ്ച മെഡിസിൻ കഴിച്ചിരിക്കാമെന്ന് പറഞ്ഞു. 3 ആഴ്ചയ്ക്ക് ശേഷം പിന്നീട് നമുക്കത് MRI സ്കാൻ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടുപാറ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പ്രൈവറ്റായിട്ട് പുറത്ത് കാണിച്ചു. വ്യാഴാഴ്ച പിന്നെ പറ്റിയതിന് ശേഷം പിന്നെ ക്ലാസ് ടീച്ചർക്ക് വിളിച്ചു പറഞ്ഞു. ക്ലാസ് ടീച്ചർ ലീവായിരുന്നു, സുഖമില്ല എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. HM വിളിച്ചിട്ടുണ്ട്. വെള്ളി ശനി അങ്ങനെ HM ഒന്നും വിളിച്ചിട്ടില്ല. 2 ദിവസം HM വിളിച്ചിട്ടില്ല. പിന്നീട് ഇവൻ്റെ ടീച്ചറുടെ കാര്യം എങ്ങനെ ഉണ്ടെന്ന് അറിയാണ്ട് വിളിച്ചതാണ്. ഞായറാഴ്ച ടീച്ചർ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അത് വിളിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ HM വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. ആ 2 ദിവസം വേറെ 2 ദിവസം HMൻ്റെ യാതൊരു. ഷോക്കേറ്റ വിവരം അന്ന് അവധിയിലായിരുന്ന ക്ലാസ് അധ്യാപികയെയും പ്രധാന അധ്യാപികയെയും അറിയിച്ചിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ തങ്ങളുടെ നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന 6000-ഓളം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഈ പിതാവ്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ആളുകൾക്ക് കിട്ടിയിരുന്ന വ്യായാമം കിട്ടുന്നില്ല, വിയർപ്പൊഴുകുന്നില്ല എന്നുള്ളത് തന്നെ സ്വാഭാവികമായിട്ടും പ്രഷർ വർദ്ധിച്ചു അല്ലേ. വേർത്ത് ഉപ്പൊക്കെ പോയാലും പ്രഷർ കുറയുള്ളൂ. അപ്പോൾ പ്രഷർ രോഗികളായി ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ വ്യായാമം കുറഞ്ഞതുകൊണ്ട് ഡയബറ്റിക് രോഗികളായി തീർന്നു. ഇത് രണ്ടും വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് വൃക്കരോഗത്തിലേക്ക് ആളുകൾ പതുക്കെ നടന്നെടുക്കുകയാണ്. ഹാർട്ട് തലത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ട് രക്തധമനികളിൽ കൊഴുപ്പടിയുന്നതിൻ്റെ ഫലമായിട്ട് ഹാർട്ട് അറ്റാക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ 50 വയസ്സിന് താഴെയുള്ള 40% ആളുകൾ പതുക്കെ ഈ പറഞ്ഞ എല്ലാ രോഗത്തിൻ്റെയും അടിമപ്പെടുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അതിൻ്റെ സർവേ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, അംഗങ്ങളായ KV ഇന്ദുലാൽ, ഷില്ലി ഷിജുമോൻ, CDS അംഗം ഷജിത സുനിൽ, BA ബെന്നി, ഷൺമുഖൻ വടക്കുംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടുംബശ്രീ തൊഴിൽ പരിശീലന, ഉൽപാദന, വിപണന കേന്ദ്രത്തിന്റെയും ചുറ്റുമതിൽ, വനിതാ ഫിറ്റ്നസ് സെന്റർ എന്നിവയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. കിഴിപ്പിള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സൗഹൃദ സംഗമവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. കിഴിപ്പിള്ളിക്കര മലർവാടിയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് SI ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തന്നെ ഉരുകി തീരുന്ന ഒരു മെഴുകുതിരിയായി അവസാനം കഴിയുന്ന ഒരു ജീവിതമാണ് എല്ലാ പ്രവാസികളുടെയും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും ഉത്സവങ്ങളും മേളങ്ങളും പെരുന്നാളുകളും ഒരുപാട് കാര്യങ്ങളും വിവാഹങ്ങളും പല കാര്യങ്ങൾക്കും എത്താൻ കഴിയാതെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നാട്ടിലേക്ക് അണയണമെന്നുള്ളൊരു ആഗ്രഹവുമായി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും പട്ടിണിയും മറ്റു പല കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ ഓരോ പ്രവാസിയുടെ മനസ്സിലുമുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം അതിനുവേണ്ടി അവർ ഈ നാടിൻ്റെ കാര്യത്തിനും വീട്ടുകാർക്ക് മാത്രമല്ല മറ്റ് കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും ഈ നാടിൻ്റെ വികസനത്തിനും എല്ലാവർക്കുമായിട്ട് ഒഴിഞ്ഞു വെച്ചൊരു ഭാഗമാണ് പ്രവാസി. കിഴിപ്പിള്ളിക്കര പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ തേവർക്കട്ടിൽ അധ്യക്ഷനായി. പുതിയതായി ആരംഭിക്കുന്ന മരണാനന്തര ഫണ്ടിനെക്കുറിച്ച് അസോസിയേഷൻ സെക്രട്ടറി അബ്ദുൽ അസീസ് വലിയകത്ത് വിശദീകരിച്ചു. മരണാനന്തര ഫണ്ടിൽ ആദ്യ അംഗത്വമെടുത്ത ഔസേബ് തീപ്പിരിയാരത്തിന് മജീദ് കാരേക്കുളം മെമ്പർഷിപ്പ് കാർഡ് കൈമാറി. സംഘാടക സമിതി ചെയർമാൻ ജിന ചന്ദ്രൻ മാരാത്ത്, വാർഡ് അംഗങ്ങളായ CL ജോയ്, ഷൈനി ബാലകൃഷ്ണൻ, ഉഷ സദാശിവൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഡോക്ടർ ഷമീർ, മുൻസിർ പുതിയ വീട്ടിൽ, നൌഫൽ പൂവാമ്പറമ്പിൽ, മിരീഫ് പുതിയ വീട്ടിൽ എന്നിവർ ചേർന്ന് ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ലളിതഗാനത്തിൽ A ഗ്രേഡ് നേടിയ കൃഷ്ണകുമാർ ദിലീപിനെയും ചടങ്ങിൽ ആദരിച്ചു. ഷിജീഷ്, ബഷീർ ബാവ, അനിൽ, ഷാജഹാൻ, KA ബഷീർ, നസീർ, ശങ്കരനാരായണൻ, ഷയൂജ നാസർ, ധന്യ പ്രബിൻ, ഹസീന അസീസ്, ഷാമില എന്നിവർ നേതൃത്വം നൽകി.
സ്നേഹ സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായി വേവ് മ്യൂസിക് സ്റ്റുഡിയോ കുട്ടികളും അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. വെങ്കിടിശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വൈകിട്ട് വിശേഷാൽ ഭഗവതി സേവയും ലളിത സഹസ്രനാമാർച്ചനയും ഓഗസ്റ്റ് 10 ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ക്ഷേത്രം നമ്പർ 9746 277702 0487 227702. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9370 രൂപ, പവന് 74,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂൾ നവമന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. 2024-25 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ സ്കൂൾ നവമന്ദിരത്തിനായി 1 കോടി രൂപയാണ് അനുവദിച്ചത്. കോടന്നൂരിൽ ബാറിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ യാത്രക്കാർ ഏറെ കാത്തിരുന്ന ചിറക്കൽ പാലം നാളെ ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.